കാത്തിരുന്ന 140 കോടി ഇന്ത്യൻ ആരാധകരെ നിരാശരാക്കിയില്ല. ഒരിക്കൽ കൂടി ലോക ക്രിക്കറ്റ് കിരീടം മുത്തമിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. T20 കിരീടത്തിൽ ഇന്ത്യ മുത്തമിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വളരെ സന്തോഷപൂർവ്വം ഇന്ന് ഞായറാഴ്ച നമുക്ക് സന്തോഷിക്കാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ രോഹിത്തിനും വിരാട് കോഹ്ലിക്കും ദ്രാവിഡിനും അഭിമാനത്തോടെ പടിയിറങ്ങാം അല്ലേ? തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഫൈനൽ മത്സരം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്നലെ രാവിലെ മുതൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും സംസാരിക്കുന്നത്. അപ്പോഴും 83 കപിൽ ദേവിനും 2007-ലും 2011-ലും MS ധോണിക്കും പിന്നാലെ രോഹിത് ശർമ്മ ആ പട്ടികയിലേക്ക് വരുമോ എന്നുള്ളത് ആയിരുന്നു. നമുക്ക് വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലത്തെ ഒരു മത്സരം ജിൽസി ഒരു നിമിഷം കൈവിട്ടു പോയൊരു മത്സരമാണത്. യഥാർത്ഥത്തിൽ ഒരു 16 ഓവറിൽ അല്ലെങ്കിൽ ഒരു 15 ഓവറിലേക്ക് ഈ മത്സരം എത്തുമ്പോൾ നമുക്ക് മുന്നിലെ കപ്പെന്ന മോഹമില്ലായിരുന്നു. പക്ഷെ അവസാനത്തെ 4 ഓവറാണ് കളിയുടെ ഗതി മാറ്റിയത്. അതിൽ തന്നെ 20-ാം ഓവറിൻ്റെ ആദ്യ പന്തിൽ സൂര്യകുമാർ യാദവ് എടുത്തിരിക്കുന്ന ഒരു അത്ഭുത ക്യാച്ച്, ഒരു സൂപ്പർമാനെ പോലെ പറന്ന് സൂര്യകുമാർ യാദവ് ഇന്നലെ ഡേവിഡ് മില്ലറുടെ ക്യാച്ച് എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ പുലരി എന്തായേനെ, ഇന്നത്തെ ഒരു ഞായറാഴ്ച എന്തായിരുന്നതിനെ നമ്മളെ സംബന്ധിച്ച്. പക്ഷെ ആ ക്യാച്ചാണ് യഥാർത്ഥത്തിൽ ഇന്നലെ കളി മാറ്റിമറിച്ചത്. അതിനു മുൻപ് ഇപ്പോൾ നമുക്കറിയാം വിരാട് കോഹ്ലി ആണെങ്കിലും ശിവം ദുബെ ആണെങ്കിലും ഒക്കെ അവരുടേതായിട്ടുള്ള ക്ലാസ് ഇന്നിങ്സുകൾ, അക്സർ പട്ടേലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു റൺ വേട്ട നടത്തിയ ഒരു മത്സരം, ഒരു പ്രകടനം. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ യഥാർത്ഥത്തിൽ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അവിടെ സൂര്യകുമാർ യാദവിൻ്റെ ക്യാച്ചും അതുപോലെ തന്നെ ഹെൻറി ക്ലാസൻ്റെ വിക്കറ്റുമാണ്. ഈ 2 വിക്കറ്റുകൾ കാരണം അനായാസമാണ്. 20-25 റൺസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 4 ഓവറിൽ വളരെ അനായാസമായ ഒരു കാര്യമാണ്. പക്ഷെ അവിടെ ഇന്ത്യൻ പേസർമാർ, അതിന് മുൻപെറിഞ്ഞ ഇന്ത്യൻ സ്പിന്നർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിക്കുകയായിരുന്നു ഈ 2 ബാറ്റർമാരും. അപ്പം പെട്ടെന്നൊരു ഗെയിം ചേഞ്ച് വന്നു. നമുക്ക് കപ്പുണ്ട് അല്ലെങ്കിൽ നമ്മൾ കപ്പിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ബോധം നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഒരു 15 ഓവറിലേക്ക് പോരുമ്പോഴാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു മത്സരം അവിസ്മരണീയമായ മുഹൂർത്തമാണ്. വലിയ സന്തോഷത്തിൽ നമ്മൾ നിൽക്കുന്നതിനിടയിലാണ് രോഹിത് ശർമ്മയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെയും T20യിൽ നിന്നുള്ള അവരുടെ വിരമിക്കൽ പ്രഖ്യാപനം വരുന്നത്. T20യിൽ ഇന്ത്യൻ കുപ്പായത്തിൽ ഈ 2 പേരും ഇനി ഉണ്ടാകില്ല എന്ന് പറയുന്നത് ആ സന്തോഷങ്ങൾക്കിടയിലും നമുക്കൊരല്പം സങ്കടം ഉണ്ടാക്കിയൊരു കാര്യമാണ്. ദ്രാവിഡിനെ പറയാതെ വയ്യ. അദ്ദേഹത്തിനും ഈ പറഞ്ഞതുപോലെ ഇത്രയേറെ വർഷം 2003 മുതൽ അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാണ്. കളിക്കാരനായി പിന്നീട് പരിശീലകനായി. പക്ഷെ അദ്ദേഹത്തിന് ഇല്ലാതിരുന്ന ഒരു കാര്യം ഒരു ലോക കിരീടമായിരുന്നു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ദ്രാവിഡിൻ്റെ കുട്ടികൾ എന്നൊക്കെ നമുക്ക് പറയാം. ദ്രാവിഡിൻ്റെ കുട്ടികൾ ആ T20 കിരീടം എടുത്ത് ഇതാ ഗുരുദക്ഷിണയായി ഇത് ഉള്ളംകൈയിലേക്ക് വെച്ചേക്കൂ എന്ന് പറഞ്ഞ ആ കപ്പ് ഇന്നലെ നീട്ടിക്കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഈ കിരീട നേട്ടം ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിനൊരു ആവേശം വിട്ടുപോകുന്നതല്ല. ഇന്നത്തെ പുലരിയിൽ നിന്ന് മാത്രമല്ല, ഇനിയുള്ള കുറച്ച് ദിവസങ്ങളെങ്കിലും ആ ആവേശത്തിൽ തന്നെയായിരിക്കും നമ്മൾ ഉണ്ടാവുക ജിൽസി.